ഗുഡ് ഈവനിങ്. ഡിസംബർ സെക്കൻഡ് വീക്കിലേക്കുള്ള അനാലിസിസ് ആണ്. മാർക്കറ്റ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നിഫ്റ്റി 50 ഒരു അപ് ട്രെൻഡിലാണ്. സ്ട്രോങ് അപ് ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിനകത്ത് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു ചെറിയ റിട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് മാർക്കറ്റ് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഓവറോൾ വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വീക്ക്നെസ് കാണിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയേ സാധ്യമാവുകയുള്ളൂ. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് വീണ്ടും അപ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ് ട്രെൻഡ് കാണിക്കുന്നു എന്ന് പറയാൻ കാരണം നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് കയറിപ്പോണ്ടതാണ്. നമുക്ക് 26,141 മാർക്കറ്റ് എൻ്റർ ആയിക്കഴിഞ്ഞാൽ 26,430 എന്ന് പറയുന്നൊരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തേണ്ടത് ആവശ്യമാണ്. അത് അങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് 26,430 എന്ന് പറയുന്ന ലെവൽ വരുന്നത്. അതൊന്ന് ബോൾഡ് ചെയ്യാം. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിയേ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. 26,141 നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. 26,141 ഓൾറെഡി അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 26,430 ഇത് ലോങ് ടൈം ഫ്രെയിം ആയതുകൊണ്ട് നാളെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ നേരെ ടാർഗറ്റിലേക്ക് എത്തുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. എപ്പോഴും മാർക്കറ്റിൽ രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ടൈമിൽ മാർക്കറ്റ് പെർഫോം ചെയ്യുക അതാത് ദിവസത്തെ രീതിയും അതിൻ്റെ ട്രെൻഡ് മെയിൻ ട്രെൻഡ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സെല്ലേഴ്സ് മാർക്കറ്റിനെ കൊണ്ടുപോവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് 10-15 ഡേയ്സിൽ 26,430 എന്ന് പറയുന്ന ഒരു ഓൾ ടൈം പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയും വീണ്ടും അവിടെ നിന്ന് ഒരു ഫിയർ കാരണം ഒരു സെല്ലിംഗ് ഉണ്ടായി. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 26,698 ആ 26,698 എന്ന് പറയുന്നത് ഏതാണ്ട് ഈ റേഞ്ചാണ് വരുന്നത്. അപ്പം മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ കയറിപ്പോയേ മതിയാവുകയുള്ളൂ. പുതിയൊരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഓപ്ഷൻ ചെയ്യുന്നവർ എപ്പോഴും അതാത് ദിവസത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഓപ്ഷൻസ് എൻ്റർ ചെയ്യാവൂ. ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ഫ്യൂച്ചേഴ്സ് ഇവിടെ ബൈ ചെയ്യാം. അതും ഫ്യൂച്ചർ ബൈ ചെയ്യുന്ന സമയത്ത് നാളെ ഡിസംബർ 8 അപ്പം ഡിസംബർ 8 മുതൽ ഡിസംബർ 15 വരെയുള്ള ദിവസങ്ങളിലെ ഫ്യൂച്ചേഴ്സ് മാത്രം ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ട്രെൻഡ് മാത്രം നോക്കി ആ ട്രെൻഡ് മാത്രം നോക്കണമെങ്കിൽ അടുത്ത ടൈം ഫ്രെയിമുകൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നോക്കി ഡിസംബർ 15 കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചേഴ്സ് ആയിരിക്കണം ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ ഒരു ട്രെൻഡ് വെക്കുക. അപ് ട്രെൻഡാണ്. ഇടയ്ക്ക് ഈ റേഞ്ചിൽ മൈനസ് ഒരുപക്ഷെ പോയേക്കാം. എന്നാൽ പോലും അത് തിരിച്ച് ഗെയിൻ ചെയ്ത് കയറി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ് ട്രെൻഡാണ് മാർക്കറ്റ്. ഇനി അതാത് ദിവസത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് ഓർത്ത് വെക്കുക. 26,430, 26,698. താങ്ക് യു.